കേരള പോലീസിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം ചെന്നൈയിലേക്കുള്ള യാത്രയിലാണ്. എന്തെങ്കിലും വിവരങ്ങൾ ഇവിടെ കുടുംബത്തിന് കൈമാറാൻ പോലീസിന്റെ പക്കലുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ കൂടുതൽ ടീമിനെ, അതായത് കൂടുതൽ അംഗങ്ങളെ അന്വേഷണത്തിനായി വിന്യസിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാ സാധ്യതകളും പരിശോധിച്ച് വരികയാണ്. അതായത് ഏറ്റവും പ്രധാനമായും ഈ കുട്ടി ചെന്നൈയിലെത്തി എന്ന പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം രണ്ട് സാധ്യതകളാണ് ഈ കുട്ടിക്ക് മുന്നിലുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹോദരൻ ജോലി ചെയ്യുന്ന ഈ ബംഗളൂരുവിലേക്ക്, അതല്ലെങ്കിൽ ഈ ആസാമിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ രണ്ട് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടേക്ക് ഈ കേരള പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ അല്ലെങ്കിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു 13 വയസ്സുകാരിയുടെ യാത്ര അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്ന തരത്തിലുള്ള സംശയം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കാരണം അതിന് ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്നത് 20 ദിവസത്തിന് മുമ്പ് മാത്രം ഇവിടേക്ക് എത്തിയതാണ് ഇവർ എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് ഈ ചുറ്റുപാട്, അതായത് ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഈ ചുറ്റുപാട് തീരെ ഇഷ്ടമല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ കുട്ടി ഈ പഠിക്കുന്നതിനോ മറ്റോ ഒന്നും പോകുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും മറ്റ് സഹപാഠികളിൽ നിന്നും അവിടെ താമസിക്കുന്ന മറ്റാളുകളിൽ നിന്നുമൊക്കെ വിവരം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇവർ ഈ താമസിച്ചിരുന്ന ഈ അസമിൽ നിന്നും ഇവരുടെ ഈ കുടുംബം അത് നിരന്തരമായി യാത്ര ചെയ്തിരുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള മടിയൊന്നും ഇല്ല എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ വ്യക്തമായ ഒരു സ്ഥിരീകരണം വരണം എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനമായും പോലീസിനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ബബിത എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്, അതിനുശേഷം CCTV ദൃശ്യങ്ങൾ, അത് നിർണായകമായി എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇന്നലെ കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യമാണെങ്കിലും ഇന്ന് കന്യാകുമാരി നിന്നും അതേപോലെ നാഗർകോവിൽ നിന്നുമൊക്കെ ലഭിച്ച CCTV ദൃശ്യങ്ങളാണെങ്കിലും ഇത്തരത്തിൽ ഇതിന് നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. ചെന്നൈയിൽ എത്തി എന്നുള്ളൊരു സ്ഥിരീകരണത്തിന് ശേഷം മാത്രമാണ് ഇതിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഇന്നലെ തന്നെ ഈ കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട്, ഈ കുട്ടി ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മയുമായി വഴക്കിട്ടാണ്. ഈ ഇളയ സഹോദരങ്ങളുമായി എന്നും അടിയുണ്ടാക്കാറുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ സങ്കടത്തിലൊക്കെ ആയിരുന്നു കുട്ടി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മതിയാക്കി ഒരു പക്ഷേ സഹോദരൻ്റെ അടുത്തേക്കോ അതല്ലെങ്കിൽ ഈ സ്വന്തം കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ അസമിലേക്കോ പോകാനുള്ളൊരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ചെന്നൈയിൽ നിന്നും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളും അതിനുള്ള വഴികളും തേടുന്നുണ്ട് കേരള പോലീസ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത്.